ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ എൻട്രി നിഫ്റ്റിയിലാണ്. ഇന്ന് ഡേറ്റ് വരുന്നത് 5/8/2024. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമോ അതോ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ ഒരു എഫിജിൽ എന്തായാലും എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് ആയിട്ട് വയ്ക്കുന്നത് ഈ ഒരു ഹൈ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്.
അപ്പോൾ ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ക്ലീൻ സെറ്റപ്പ് ആയിരുന്നു. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്നുള്ളത്. കാരണം നമുക്കിന്ന് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു അല്ലേ, നന്നായിട്ട് ഗ്യാപ് ഡൗൺ ആയിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതൊരു മേജർ ലിക്വിഡിറ്റി സോൺ ആണ്, അതായത് ഒരു സിംഗ് ലോ ആണ്. ഓക്കെ, ഈ സിംഗ് ലോ സ്വീപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ കാണാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു FEG കണ്ടില്ലേ, ക്ലീൻ FEG ആണ്. ഈ ഒരു FEGയിൽ നിന്ന് ഇവിടെ ഒരു 5 മിനിറ്റ് FEG ഉണ്ട്. ഈ 5 മിനിറ്റ് FEGയിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത സമയത്താണ് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടുന്ന് ക്ലീൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ കൺഫർമേഷൻസ് ആയി ട്രേഡിൽ എൻ്റർ ചെയ്യാനുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു മേജർ ലിക്വിഡിറ്റി സോൺ ആണ്, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. കാരണം നമുക്കറിയാം ഇതൊരു ബ്രേക്ക് ഔട്ട് ആണല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ എന്തായാലും നമുക്കിവിടെ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ കാണാം, ഒരുപാട് പേര് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഹൈലി ലിക്വിഡിറ്റി പൂളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മാർക്കറ്റ് എങ്ങോട്ടോ പോയിക്കോട്ടെ, നമുക്ക് കൂടുതൽ ഇനിയിപ്പോൾ ബൈ സൈഡിലേക്ക് തന്നെ പോവുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ട്രേഡിലൂടെ കാണാം ട്രേഡേഴ്സ്. ബൈ.